സുഭാഷിതം. യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. എന്നാൽ യിശ്ശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. There shall come forth a rod from the stem of Jesse, and a branch shall grow out of his roots. സകല മാനവജാതിയുടെയും രക്ഷകനായ യേശു ക്രിസ്തു ഭൂമിയിൽ അവതരിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുൻപ് യെശയ്യാ പ്രവാചകനിൽ കൂടെ യേശു ക്രിസ്തു ജനിക്കുന്ന കുടുംബത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ദൈവം അരുളി ചെയ്ത വാക്കുകളാണ് നാം വായിച്ചു കേട്ടത്. യഹൂദന്മാർ കാത്തിരുന്ന മശിഹയുടെ ജനനം, കുടുംബം, ജീവിതം, സ്വഭാവ വിശേഷതകൾ, ജീവിതത്തിന്റെ ലാളിത്യം, സൗമ്യത, മരണം, ഉയർത്തെഴുന്നേൽപ്പ്, മഹത്വകരമായ ഭരണം, പാപപരിഹാര യാഗം, രക്ഷാപ്രവർത്തനം തുടങ്ങിയവയെല്ലാം യെശയ്യാ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഴയ നിയമ സുവിശേഷം 5-ാമത്തെ സുവിശേഷം എന്നൊക്കെ ഈ പുസ്തകത്തെ വിശേഷിപ്പിക്കാറുണ്ട്. മശിഹാ പ്രവാചകൻ, വീണ്ടെടുപ്പിൻ പ്രവാചകൻ, പഴയ നിയമ പൗലോസ് എന്നൊക്കെയാണ് ഗ്രന്ഥകാരനായ യെശയ്യാവിനെയും വിശേഷിപ്പിക്കുന്നത്. ഇസ്രയേൽ രാജ്യത്തിന്റെ 1-ാമത്തെ രാജാവായ ശൗൽ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചപ്പോൾ അദ്ദേഹത്തിന് പകരമായി ഒരു രാജാവിനെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ശമൂവേൽ പ്രവാചകനെ യിശ്ശായിയുടെ ഭവനത്തിലേക്ക് അയച്ചു. യിശ്ശായിയുടെ മക്കളിൽ ഒരുവനെ രാജാവായി ദൈവം കണ്ടിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. യിശ്ശായി തന്റെ 7 പുത്രന്മാരെ ശമൂവേലിന്റെ മുൻപിൽ വരുത്തി. അവരെ ആരെയും ദൈവം തിരഞ്ഞെടുത്തില്ല. കാട്ടിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന ദാവീദിനെ വരുത്തിയാണ് രാജാവായി അഭിഷേകം ചെയ്തത്. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദിനോട് ദൈവം അരുളി ചെയ്തത്, നിന്റെ ഗ്രഹവും നിന്റെ രാജ്യത്വവും എന്റെ മുൻപാകെ എന്നേക്കും സ്ഥിരമായിരിക്കും, നിന്റെ സിംഹാസനവും എന്നേക്കും ഉറച്ചിരിക്കും. ദാവീദിന്റെ പിതാവായ യിശ്ശായിയുടെ കുറ്റിയിൽ നിന്ന്, അതായത് ദാവീദിന്റെ രാജവംശത്തിലാണ് യേശു ക്രിസ്തു ജനനം എടുത്തത്. രാജാതിരാജാവായ യേശു ക്രിസ്തുവിന്റെ ഭരണത്തെക്കുറിച്ച് 4-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും. നീതി അവന്റെ നടുക്കെട്ടും വിശ്വസ്തത അവന്റെ അരക്കച്ചയുമായിരിക്കും. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കാൽ എന്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു കർത്താവ് രാജാതി രാജാവായി ഭൂലോകമൊക്കെയും വാഴുവാൻ പോകുന്ന സമയം ഏറ്റവും അടുത്തിരിക്കുന്നു. ഫിലിപ്പിയർ 2:10 പൗലോസ് അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. പ്രിയമുള്ളവരെ, അന്ന് യേശുവിനോടൊപ്പം നാം ഓരോരുത്തരും ഉണ്ടായിരിക്കണമെങ്കിൽ യേശുവിൽ വിശ്വസിച്ച് സ്വർഗരാജ്യത്തിൽ എത്തുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, അങ്ങയുടെ ഭരണത്തിൻ കീഴിൽ അടിയങ്ങൾ എന്നെന്നും ആയിരിക്കാൻ കൃപ ചെയ്യണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു.